ഇന്ന് ഡിസംബർ മാസം 25 ലോകം മുഴുവനും ക്രിസ്തുമസ് ആഘോഷിക്കുന്നതായ ദിവസമാണ്. നേരം പ്രഭാതമാകുന്ന മുറയ്ക്ക് ഓരോ രാജ്യങ്ങളിലുമുള്ള ആളുകൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുജനനത്തെ ആഘോഷിക്കുന്ന ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം. യേശു ക്രിസ്തു മനുഷ്യനായി ജനിച്ചു എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ്. വാസ്തവത്തിൽ യേശു ജനിച്ചത് നിത്യതയുടെ മധ്യത്തിലേക്കാണ്. കർത്താവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി ഈ നിത്യതയെ രണ്ടായിട്ട് വിഭജിക്കുവാൻ സാധിക്കും. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപുള്ളതായ നിത്യത, അത് പൂർവ്വകാല നിത്യത എന്നതിനെ വിശേഷിപ്പിക്കാം. രണ്ടാമത്തേത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള നിത്യത, അത് ഭാവികാല നിത്യതയിലേക്ക് പോകുന്നു. അതായത് സമയത്തിൻ്റെ മധ്യത്തിലേക്കാണ് യേശു കർത്താവ് മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചു വീണത്. നമുക്ക് ഒരു ദിവസത്തെ അളക്കുവാൻ മണിക്കൂറുകളും മിനിറ്റുകളും സെക്കൻഡുകളും ഒക്കെ സൂചിപ്പിക്കുന്നതായ ഡിവൈസുകൾ ഉള്ളതുപോലെ ഈ ലോകത്തിൻ്റെ നിത്യതയെ കൃത്യമായി അളക്കുവാൻ ദൈവം അതിൻ്റെ മധ്യത്തിലേക്ക് യേശു കർത്താവിനെ ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ നിത്യതയെ യേശുക്രിസ്തുവിൻ്റെ ജനനം രണ്ടായി വിഭജിച്ചു. യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപുള്ളതായ നിത്യത എന്ന് പറയുമ്പോൾ പൂർവ്വകാല നിത്യതയാണ്. ആ നിത്യത മനസ്സിലാക്കുവാനായി നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്ന ഒരു മാർഗം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ജനനം തുടങ്ങി നാം പിന്നിലേക്ക് യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക, കാലത്തിൻ്റെ പിന്നിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയാൽ ആ യാത്ര ഒരു നിത്യതയിലേക്കാണ് പോകുന്നത്. അതാണ് പൂർവ്വകാല നിത്യത. അതിന് ആരംഭമില്ല, അതങ്ങനെ ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്ര അനന്തമായി പോകുന്നു. ആ പൂർവ്വകാല നിത്യതയ്ക്ക് അത് ആരംഭിച്ചതായ ഒരു സമയമില്ല. അങ്ങനെ ഒരു പോയിന്റിൽ നിന്നല്ല അത് ആരംഭിച്ചിരിക്കുന്നത്. അത് അനന്തമാണ്, നിത്യതയാണ്. അതേപോലെ തന്നെയാണ് ഭാവികാല നിത്യതയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽ നാം ഇങ്ങോട്ട് സഞ്ചരിക്കുകയാണെങ്കിൽ നാം ജീവിച്ചിരിക്കുന്നതായ ഈ കാലഘട്ടത്തിലൂടെ ആ യാത്ര തുടരുന്നു. അത് ഭാവിയിലേക്ക് പോവുകയാണ്, അതും അനന്തമാണ്. എന്നാൽ ആ നിത്യതയിൽ സംഭവിക്കാനുള്ളതായ അതിപ്രധാനമായ ചില കാര്യങ്ങൾ ദൈവവചനം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല എന്നുള്ളതാണ് അടുത്തതായ സംഭവം. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. മധ്യാകാശത്തിലേക്ക് കർത്താവ് വരുന്നു. കർത്താവിൽ വിശ്വസിക്കുന്ന, കർത്താവിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിരിക്കുന്ന ദൈവമക്കൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നു. അതിൽ തന്നെ ആദ്യം സംഭവിക്കുന്ന കാര്യം ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. അതിനുശേഷമായി ജീവനോടെ ഇരിക്കുന്ന ദൈവമക്കൾ രൂപാന്തര ശരീരികളായി കർത്താവിനോടുകൂടെ എടുക്കപ്പെടുന്നു. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുന്ന സഭ
ക്രിസ്തുവിനോട് കൂടെ 7 വർഷക്കാലം മധ്യാകാശത്തിലായിരിക്കുന്നു എന്ന് ദൈവവചനം അറിയിക്കുന്നു. മധ്യാകാശത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവവചനം വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദ ജഡ്ജ്മെൻറ്റ് സീറ്റ് ഓഫ് ക്രൈസ്റ്റ്, അതായത് ക്രിസ്തുവിൻ്റെ ന്യായാസനം, അതേപോലെ ദൈവമക്കൾക്കുള്ളതായ പ്രതിഫലങ്ങൾ നൽകുന്നതായ സമയം, സഭ ക്രിസ്തുവുമായി കൂടിച്ചേരുന്ന കുഞ്ഞാടിൻ്റെ കല്യാണം എന്ന് തിരുവെഴുത്ത് വിശേഷിപ്പിക്കുന്നതായ സമയം, ഇതെല്ലാം മധ്യാകാശത്തിൽ നടക്കുന്നതായ കാര്യങ്ങളാണ്. അതേസമയം തന്നെ ഈ 7 വർഷക്കാലം ഭൂമി ആൻറ്റി ക്രൈസ്റ്റ്, അതായത് എതിർ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുന്നു. ഒരു ലോകൈക ചക്രവർത്തി, ഒരു ഏക ഭരണാധികാരി ലോകത്തെ ഭരിക്കുന്നു. അത് ആൻറ്റി ക്രൈസ്റ്റ് അഥവാ എതിർ ക്രിസ്തു എന്നറിയപ്പെടുന്ന ലോകത്തിൻ്റെ ഭരണാധികാരിയാണ്. ലോകം അതിഭയാനകമായ പീഡനത്തിലൂടെ കടന്നു പോകുന്നു. പ്രത്യേകിച്ച് യഹൂദജനം ഏറ്റവും ഭയാനകമായ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇതിനെ മഹോപദ്രവകാലം എന്നറിയപ്പെടുന്നു. അവസാനത്തെ 3.5 കൊല്ലക്കാലം മഹാപീഡനകാലം എന്നറിയപ്പെടുന്ന അതീവ ഗുരുതരമായ സമയമാണ് യഹൂദന്മാരെ സംബന്ധിച്ച്. കാരണം ലോകരക്ഷിതാവായി വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ മശിഹ എന്ന് അംഗീകരിക്കാതെ ക്രൂശിച്ച് കൊന്നുകളഞ്ഞ യഹൂദന്മാർ, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ആക്രോശിച്ചുകൊണ്ട് അവനെ തള്ളിക്കളഞ്ഞ യഹൂദന്മാർക്ക് മഹാപീഡനകാലം ഏറ്റവും ഭയാനകമായ സമയമായിരിക്കും. അങ്ങനെ മഹാപീഡനത്തിലൂടെ അവരെ കടത്തിവിടുകയും എന്നാൽ അതിൻ്റെ അവസാനത്തിൽ അവരെ വീണ്ടും ദൈവം സഹായിച്ച് മടക്കിക്കൊണ്ടുവരികയും ചെയ്യുന്നതായ സമയം. ആ 7 വർഷങ്ങൾക്ക് ശേഷം കർത്താവായ യേശു ക്രിസ്തു രാജാധിരാജാവായി ഈ ലോകത്തെ ഭരിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് മടങ്ങി വരുന്നു. തുടർന്നു വരുന്നതായ 1000 സംവത്സരങ്ങൾ ഈ ലോകം യേശു ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ കീഴിലായിരിക്കും. അതിനെ സഹസ്രാബ്ദ വാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. ആ സഹസ്രാബ്ദ വാഴ്ചയുടെ അവസാനമാണ് അന്ത്യന്യായവിധിയുടെ വെള്ളസിംഹാസനം. ആ വെള്ളസിംഹാസനത്തിൻ്റെ മുൻപാകെ യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ സകല മനുഷ്യരെയും ദൈവം ന്യായം വിധിക്കുന്നതായ ഒരു വലിയ ന്യായവിധിയാണ് ഉണ്ടാകുന്നത്. ആ ന്യായവിധിക്ക് ശേഷമായി കാലം വീണ്ടും നിത്യതയിലേക്ക് തിരിയുന്നു. പിന്നീടുള്ളതായ സമയം അവസാനമില്ലാത്ത നിത്യതയാണ്, അനന്തമായ നിത്യത. അതായത് യേശുക്രിസ്തുവിനോട് കൂടെയുള്ളവർ സ്വർഗീയ സന്തോഷത്തിലേക്കും യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവർ നിത്യമായ നരകത്തിലേക്കും മാറ്റപ്പെടുകയും അങ്ങനെ അനന്തമായ നിത്യത ആരംഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഭാവികാല നിത്യത. അങ്ങനെ അനന്തമായ കാലത്തിനെ പൂർവകാല നിത്യതയെന്നും ഭാവികാല നിത്യതയെന്നും രണ്ടായി വിഭജിക്കുവാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനമാണ് അതിൻ്റെ ഒരു മധ്യ സമയമായിട്ട് വർത്തിക്കുന്നത്. അതുകൊണ്ടാണ് കാലത്തെ രണ്ടായിട്ട് വിഭജിച്ചത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനമാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ദിവസം ക്രിസ്തുമസ് ആഘോഷിക്കുന്നവർ എന്തിനു വേണ്ടിയുള്ളതാണ് ക്രിസ്തുമസ് എന്നും യേശു കർത്താവ് എന്തിനു വേണ്ടിയാണ് ലോകത്തിലേക്ക് വന്നതെന്നും ഈ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നും സ്വീകരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്നും കൃത്യമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആദ്യ മനുഷ്യനായ ആദമിനും ഹൗവയ്ക്കും ദൈവം നൽകിയ തേജസ്സിൻ്റെ ഒരു വസ്ത്രമുണ്ടായിരുന്നു. അത് മനുഷ്യനിർമ്മിതമായ വസ്ത്രമല്ലായിരുന്നു, തേജസ്സേറിയൊരു വസ്ത്രമായിരുന്നു. അങ്ങനെ തേജസ്സുള്ളവരായി ദൈവ സാന്നിധ്യത്തിലും സാമീപ്യത്തിലും ജീവിക്കുവാനായിട്ടാണ് ദൈവം അവരെ സംബന്ധിച്ച് ആഗ്രഹിച്ചത്. എന്നാൽ അവർ എന്താണ് ചെയ്തത്? പാപം ചെയ്തു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ഒരു പഴം പറിച്ച് തിന്നതുകൊണ്ടല്ല അവരുടെ തേജസ് നഷ്ടപ്പെട്ടത്, എന്നാൽ അതിനപ്പുറമായി ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അനുസരണക്കേടെന്നതായ പാപം അവരിലേക്ക് വന്നു. അങ്ങനെ അവരുടെ തേജസ് നഷ്ടപ്പെട്ടു. അപ്പോഴാണ് മനുഷ്യനിർമ്മിതമായ വസ്ത്രങ്ങളിലേക്ക് തിരിഞ്ഞത്. അവൻ്റെ തേജസ്സേറിയ വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. ആ തേജസ്സില്ലാതെ ഒരു വ്യക്തിക്കും ദൈവസന്നിധിയിലേക്ക് വരുവാനോ ദൈവ സാമീപ്യത്തിൽ ജീവിക്കുവാനോ സാധ്യമല്ല. കാരണം ദൈവം ആത്മാവാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ അരികിലേക്ക് കേവലം മാനുഷികമായൊരു ശരീരം കൊണ്ട് വരുവാൻ സാധ്യമല്ല. എന്നാൽ അതിനു വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയതായ ആ ദൈവ തേജസ്സിനെ തിരികെ നമുക്ക് നൽകുവാൻ കർത്താവായ യേശുക്രിസ്തു സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ ഒരു യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുന്ന് പാപമെന്തെന്നറിഞ്ഞിട്ടില്ല. അങ്ങനെ പാപമെന്തെന്നറിഞ്ഞിട്ടില്ലാത്ത പരിശുദ്ധനായ ഒരുവൻ പരിശുദ്ധമായ രക്തം സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് വേണ്ടി ഒഴുക്കി. അങ്ങനെ ദൈവനീതിയുടെ മുൻപാകെ
രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ള നിയമം വലിയവനായ ദൈവം സർവ്വലോകത്തിനും വേണ്ടി നിറവേറ്റി. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അങ്ങനെ യേശുക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ, യേശുക്രിസ്തുവിൻ്റെ പരിപാവനമായ രക്തം എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ അവിടുന്ന് ഒഴുക്കിയതാണ്. അങ്ങനെ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും പാപക്ഷമ ലഭിക്കുവാനിടയായിത്തീരും. അങ്ങനെ വിശ്വസിക്കുന്ന സമയത്ത് തന്നെ ആദാമിന് നഷ്ടപ്പെട്ടു പോയതായ ആ ദൈവ തേജസ് വിശ്വസിക്കുന്നവരുടെ ആത്മാക്കൾക്ക് ലഭിക്കുന്നു. അങ്ങനെ ആത്മാവ് തേജസ്സുള്ളതായിത്തീരുന്നു. ആ ആത്മാവിന് ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ആത്മാവിലും സത്യത്തിലും നാം ദൈവത്തെ ആരാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ ആത്മാവിൽ കർത്താവിനോട് അടുത്ത് ചെല്ലുവാൻ, ദൈവമുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കുന്നു. എന്നാൽ നമ്മുടെ ശരീരം കൂടെ തേജസ് പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ ആരുടെയൊക്കെ ആത്മാക്കളാണോ തേജസ്കരിക്കപ്പെട്ടിരുന്നത് അവരുടെയൊക്കെ ശരീരം രൂപാന്തര ശരീരം പ്രാപിക്കുന്നു. ആ ശരീരങ്ങളെല്ലാം തേജസ്സേറിയതായി തീരുന്നു. അങ്ങനെ തേജസ്സേറിയ ശരീരവും തേജസ്സേറിയ ആത്മാവും ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു. അവർ നിത്യത മുഴുവനും കർത്താവിനോടുകൂടെ വാസം ചെയ്യുന്നു. ആദാമിന് നഷ്ടപ്പെട്ടു പോയതായ ആ ദൈവ തേജസ് കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിശ്വാസത്താൽ ലഭിക്കുന്ന ദൈവമക്കൾ തേജസ്സേറിയവരായി വലിയവനായ ദൈവത്തോടുകൂടെ യുഗായുഗങ്ങൾ വാഴുന്നു. അതേസമയം യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആളുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ ദിവസങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ഈ കാര്യം ശരിയാവണ്ണം മനസ്സിലാക്കാതെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ വിവിധ നിലകളിൽ ആഘോഷിക്കുന്ന ഒരു വലിയ ജനത്തെയാണ് ഈ ലോകത്തിൽ എല്ലായിടത്തും നാം കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ വിളിച്ചറിയിക്കുവാനായി വീട് വീടാന്തരം രാത്രികളിൽ കയറിയിറങ്ങി ഡാൻസ് കളിക്കുകയോ പാപ്പായുടെ വേഷം കെട്ടുകയോ തുള്ളിച്ചാടുകയോ പാടുകയോ ഒക്കെ ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ പള്ളികളുമായി ബന്ധപ്പെട്ട് വിവിധ ആഘോഷങ്ങളിൽ പങ്കെടുത്തവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ കൊയറിലുള്ളവരായിരിക്കാം. ഏതെല്ലാം നിലകളിലായിരുന്നാലും യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇവിടെ കണ്ണടയ്ക്കുമ്പോൾ അടുത്ത നിമിഷം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുന്നത് യാതനാസ്ഥലത്താണ് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പ്രസ്താവിച്ചിരിക്കുന്ന ധനവാന്റെയും ലാസറിൻ്റെയും ചരിത്രമാണ്. എന്തുകൊണ്ടാണ് യാതനാസ്ഥലത്തേക്ക് പോകുന്നത്? കാരണം നിങ്ങളുടെ ആത്മാക്കൾ തേജസ്കരിക്കപ്പെട്ടിട്ടില്ല. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ഒരു വ്യക്തിയുടെയും ആത്മാവ് തേജസ്കരിക്കപ്പെടുന്നില്ല. അങ്ങനെ തേജസ്കരിക്കപ്പെടാത്ത ആത്മാവുള്ള വ്യക്തി മരിക്കുന്നതായ സമയത്ത് അവൻ യാതനാസ്ഥലത്തേക്ക് പോകുന്നു. യാതനാസ്ഥലം എന്ന് പറയുന്നത് നരകമല്ല. അന്ത്യന്യായവിധി വരെയും ഈ ആത്മാക്കളെ സൂക്ഷിച്ചിരിക്കുന്നതായ ഒരു തടവറയാണ് യാതനാസ്ഥലം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന ധനവാന്റെയും ലാസറിൻ്റെയും ചരിത്രത്തിൽ എടുത്തു പറയേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ധനവാനായ മനുഷ്യൻ അവൻ ധനവാനായതുകൊണ്ടല്ല യാതനാസ്ഥലത്തേക്ക് പോയത്, എന്നാൽ അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ്. യാതനാസ്ഥലത്ത് കിടക്കുന്നതായ ഈ വ്യക്തി ഏറ്റവും വലിയ യാതന അനുഭവിക്കുന്നു, വേദന അനുഭവിക്കുന്നു, ദാഹം അനുഭവിക്കുന്നു. നല്ല ഓർമ്മശക്തി അവനുണ്ട്. യാതനാസ്ഥലത്ത് കിടന്നുകൊണ്ട് അവൻ ഭൂമിയിലുള്ളതായ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുന്നുണ്ട്. അവൻ്റെ 5 സഹോദരന്മാരെ പറ്റി ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അനേകായിരങ്ങൾ യാതനാസ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്ന, യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്ത എല്ലാ മനുഷ്യരും മരണസമയത്ത് അവരുടെ ആത്മാക്കൾ ഈ ശരീരം വിട്ട് യാതനാസ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ പോയി കിടക്കുന്ന ഈ ആത്മാക്കൾ നല്ല വേദന അനുഭവിക്കുന്നു, യാതന അനുഭവിക്കുന്നു, ദാഹം അനുഭവിക്കുന്നു. അവരവിടെ കിടന്നുകൊണ്ട് ഈ ഭൂമിയിലുണ്ടായിരുന്ന സമയത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മിക്കുന്നുണ്ട്. അവർക്ക് സംഭവിച്ച ദുര്യോഗത്തെ സംബന്ധിച്ച് അവർ സ്വയം പഴിക്കുന്നു. അവരുടെ സഹോദരന്മാരോ അവരുടെ ബന്ധുമിത്രാദികളോ ചാർച്ചക്കാരോ ഒക്കെ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ ഇപ്പോഴും നടക്കുന്നതിനെപ്പറ്റി അവർ പരിതപിക്കുന്നു. എന്നാൽ അവർ ആ യാതനാസ്ഥലത്ത് നിന്ന് അന്ത്യന്യായവിധിക്കായി വെള്ളസിംഹാസനത്തിൻ്റെ മുൻപാകെ കാലാവസാനത്തെങ്കിൽ എത്തിച്ചേരുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അന്ത്യന്യായവിധിയിലുള്ളതായ ഏക ചോദ്യം എന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് സൗജന്യമായി
നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷ നിങ്ങൾ വിശ്വാസത്താൽ സ്വീകരിച്ചില്ല. ആ ഒരേ ഒരു കാരണത്താൽ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം എന്നെഴുതിയിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നവരുടെ ആത്മാക്കൾ അന്ത്യന്യായവിധിക്ക് ശേഷമായി നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു. അതാണ് ഭാവികാല നിത്യത. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തവരുടെ ഭാവികാല നിത്യത നിത്യമായ നരകാഗ്നിയിലാണ്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങളുടെ ഭാവികാല നിത്യത എവിടെയായിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭാവികാല നിത്യത കർത്താവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിലും, അതേസമയം കർത്താവായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞിട്ട് ഈ ലോകത്തിൻ്റെ പിന്നാലെ പോയി അതിൻ്റെ സന്തോഷങ്ങളിൽ മതിമയങ്ങി ജീവിക്കുകയും ഒരുപക്ഷെ ക്രിസ്തുമസ് ആഘോഷിക്കുകയും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിൽ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്ത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കാതെ പോകുന്നുവെങ്കിൽ അങ്ങനെയുള്ളവരെ അവസാനം ഭാവികാല നിത്യതയിൽ നരകാഗ്നിയിലുമായിരിക്കും എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വാസ്തവത്തിൽ നരകാഗ്നി ഒരുക്കിയിരിക്കുന്നത് ഒരു മനുഷ്യന് വേണ്ടിയിട്ടുമല്ല. ദൈവവചനം പറയുന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയാണത്. കാരണം വലിയവനായ ദൈവത്തെ ധിക്കരിച്ച പിശാചിനു വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള ഏറ്റവും വലിയ ശിക്ഷാവിധിയാണ് നരകാഗ്നി. എന്നാൽ ദൈവത്തെ അംഗീകരിക്കാതെ യേശുക്രിസ്തുവിലൂടെയുള്ള സൗജന്യമായ രക്ഷ വിശ്വാസത്താൽ സ്വീകരിക്കാതെ പോകുന്ന ഏതൊരുവനും പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ നരകാഗ്നിയിലേക്ക് തള്ളപ്പെടുന്നു. അവൻ്റെ ഭാവികാല നിത്യത മുഴുവനും ആ നരകാഗ്നിയിലായിരിക്കും. അതാണ് രണ്ടാമത്തെ മരണം എന്ന് ദൈവവചനം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ യഥാർത്ഥമായി രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപക്ഷമ പ്രാപിച്ച് ദൈവമക്കളായി നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, ലോകമെമ്പാടും യേശുക്രിസ്തുവിൻ്റെ തിരുജനനത്തെ ആഘോഷിക്കുന്നതായ ഈ ദിവസം അതിൻ്റെ യഥാർത്ഥമായ സത്യമെന്താണെന്ന് മനസ്സിലാക്കി യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദിവസത്തിൽ വിവിധ നിലകളിൽ ആഘോഷിക്കുന്നതിനേക്കാൾ ഉപരിയായി കർത്താവായ യേശുക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് മനസ്സിലാക്കുവാൻ അങ്ങനെയുള്ളവരെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിച്ചാട്ടെ, സഹായിച്ചാട്ടെ. അവിടുത്തെ ഉള്ളത്തിൽ സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന എല്ലാ പ്രിയമുള്ളവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടതിനായി സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.